ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബീനാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ കേക്കിന്നൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ ഈ കേക്കിൻ്റേത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കിറ്റ്കാറ്റ് കേക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലോറൊന്ന് മാറ്റി വെക്കുക. ഇനി ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കുറേശ്ശെ ചേർത്തെടുത്തിട്ടൊന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇടവിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബാറ്റർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നിൽ ഒഴിച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെ ടിന്നാണ്. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിൽ 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്രീമിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് കേക്ക് ഐസിങ് ചെയ്യണത്. ഇനി ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 1 കപ്പ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീമിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 45 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ഒരു ക്രീമിൻ്റെ മേലെ ഫില്ലിങ്സിൽ കുറച്ച് കിറ്റ്കാറ്റ് എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള 2 ലെയറും ചെയ്തെടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് ലെയറും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി മൊത്തം ക്രീം അപ്ലൈ ചെയ്തിട്ടൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്യാം. അപ്പോൾ കേക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ 2 ടൈപ്പിലുള്ള കിറ്റ്കാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചുറ്റിലും ഒന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുക.
അപ്പോൾ ചുറ്റിലും ഇതേപോലെ കിറ്റ്കാറ്റ് വെച്ചിട്ട് അതവിടെ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റിബൺ വെച്ചിട്ടും ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് സ്ട്രോബെറിയുടെ തന്നെ ഗ്ലേസ് ഉണ്ട്, അപ്പോൾ അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് കേക്കിൻ്റെ മേലെ വെച്ചെടുക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി മൊത്തം ഇതേപോലെ മേലെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഗ്യാപ്പ് കാണുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ കുറച്ച് കിറ്റ്കാറ്റ് ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കിറ്റ്കാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.